പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ വീട്ടിലേക്ക് മകളെ പോകുന്നതിനായി എത്തിയിരിക്കുകയാണ് വിജയ് ശങ്കർ. കോടതിയുടെ വിധിയെപ്പറ്റി അറിയാവുന്ന അർച്ചന ഇതോടെ എതിർക്കാൻ നിൽക്കുന്നുമില്ല. ശരി, നിങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളൂ, അതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന അർച്ചന, മോളെ നീ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യണം. പുതിയൊരു വീട്ടിലേക്കാണ് പോകുന്നത്, അച്ഛനുണ്ട് കൂടെ, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശരിയമ്മേ. ഇതോടെ വിജയശങ്കറിൻ്റെ കൂടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവൾ. ഈ കാര്യം അറിയുന്ന മഞ്ജു ഉടൻ തന്നെ ചന്ദ്രയെ ഫോൺ ചെയ്യുകയാണ്. ഇതെല്ലാം ചേച്ചി കൂടി അറിഞ്ഞിട്ടാണോ നടക്കുന്നത്? എന്ത്? നീ എന്താ പറഞ്ഞത്? അപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല? എടി, എന്താ കാര്യമെന്ന് പറ. ദേ, ഇവിടേക്ക് വിജയശങ്കർ വന്നിരുന്നോ? അദ്ദേഹം ഇപ്പോൾ മോളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്ത്? ഇങ്ങോട്ടോ? അതെ, നോക്കിയിരുന്നോ, ഇപ്പം എത്തും. ഓ, എന്തായാലും അപ്പോൾ പുറപ്പെട്ടു അല്ലേ? ശരി, അവൾക്ക് നല്ലൊരു സ്വീകരണം തന്നെ ഇവിടെ വെച്ച് കൊടുത്തേക്കാം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുന്ന അവൾ ഇതേ തുടർന്ന് വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് വിജയശങ്കറിൻ്റെ മകൾ തിരിച്ചടിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് തയ്യാറായി നിൽക്കുന്നു. വീട്ടിലേക്ക് ഇപ്പോൾ ചിന്നുകയറി വരുമ്പോൾ തടസ്സം നിൽക്കുന്ന അവൾ റാഗിംഗ് പോലെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീയാണ് അപ്പോൾ ഇനി ഇവിടെ താമസിക്കാൻ വന്നവളല്ലേ? ഇതേ സമയം അവിടേക്ക് വിജയശങ്കറും കടന്നു വന്നതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് ഒഴിഞ്ഞ് മാറുകയും ചെയ്യുന്നു. പക്ഷേ ചന്ദ്രയും അവളും ഇതേ തുടർന്ന് ഇവിടത്തെ താമസം എളുപ്പമായിരിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചിന്നുവിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.